Good morning to one and all. Now we are passing on to the next unit, Unit 10, Discharge of Contract. Discharge of contract means termination of contractual relationship between parties. That is, when the rights and obligation created by it comes to an end. So, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കോൺട്രാക്ച്വൽ റൈറ്റ്സ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രോമിസിയും തമ്മിലുള്ള കോൺട്രാക്ച്വൽ റൈറ്റ്സ് അവിടെ എൻഡ് ചെയ്യുന്നു, വിച്ച് മീൻസ് ടെർമിനേറ്റ് ചെയ്യുന്നു. രണ്ടുപേരും തമ്മിലുള്ള കോൺട്രാക്ച്വൽ റൈറ്റ്സ് അവിടെ ടെർമിനേറ്റ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിൻ്റെ അനുബന്ധമായി വരുന്ന റൈറ്റ്സും ഒബ്ലിഗേഷനും അവിടെ എൻഡിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ടെർമിനേറ്റ് ആയി പോവുകയാണ്. So there are 6 modes of discharge, that is discharge by performance, discharge by mutual consent, discharge by impossibility of performance, and discharge by lapse of time, discharge by operation of law, and last one, discharge by breach of contract. So ഈ രീതിയിലാണ് ഡിസ്ചാർജ് നടക്കുന്നത്. അപ്പോൾ പല രീതിയിലും നമുക്ക് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാം അല്ലെങ്കിൽ കോൺട്രാക്റ്റിന് ഒരു എൻഡ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തെയാണ് ഫസ്റ്റ് വൺ ഇസ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. നമുക്കപ്പോൾ ഈ ഓരോ മോഡ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് മീൻസ് ഡൂയിങ് ഓഫ് that which requires by the contract. If only one party performs a promise he has a long discharge, such party gets a right of action against the other who is guilty of breach. So here discharge of performance എന്ന് പറയുമ്പോൾ when a parties to the contract fulfill their respective obligation of contract gets discharged by the performance. നമുക്ക് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് നടത്താനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണ്? ആ കോൺട്രാക്റ്റിലുള്ള എല്ലാ ടേംസും കണ്ടീഷൻസും അതുപോലെ തന്നെ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ കോൺട്രാക്റ്റിൽ നിന്ന് ആ കോൺട്രാക്റ്റ് അവസാനിച്ചു അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റഡ് ആയി എന്ന് പറയാം. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ കോൺട്രാക്റ്റിന് ഒരു എൻഡ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഇനി ഒരു വ്യക്തി കോൺട്രാക്റ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒബ്ലിഗേഷൻസും ഫുൾഫിൽ ചെയ്യും, മറ്റൊരു വ്യക്തി അത് ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്കെതിരെ നമുക്ക് സ്യൂ ചെയ്യാനും അയാൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടത്തിയതിനെതിരെ നമുക്ക് കേസ് കൊടുത്ത് കോമ്പൻസേഷൻ വാങ്ങാനായിട്ടും സാധിക്കും. ഇനി പെർഫോമൻസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണുള്ളത്. ദാറ്റ് ഈസ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഓർ ടെൻഡർ. ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലായിട്ട് എന്താണോ കോൺട്രാക്റ്റിലുള്ളത് അതുപോലെ തന്നെ ചെയ്യുന്നു. വെൻ ബോത്ത് ദ പാർട്ടീസ് പെർഫോം ദ ഒബ്ലിഗേഷൻ എക്സാക്ട്ലി ആസ് പെർ ദ കോൺട്രാക്ട് ദെൻ ദ കോൺട്രാക്ട് ഇസ് ഡിസ്ചാർജ് ബൈ ആക്ച്വൽ പെർഫോമൻസ്. അപ്പോൾ കോൺട്രാക്റ്റിലുള്ള ടേംസും കണ്ടീഷൻസും അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് എൻഡായി അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ടെർമിനേറ്റഡ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നൗ ദ second one is attempted performance or tender. Attempted performance of tender is not actual performance. Tender നമുക്ക് ഒരിക്കലും ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ പ്രോമിസർ ഓഫർ ചെയ്യുന്നുണ്ട് പെർഫോം ചെയ്യാനായിട്ട്, പക്ഷേ പ്രോമിസി അവിടെ നിന്ന് റെഫ്യൂസ് ചെയ്യാണ്, ആ പ്രോമിസ് റെഫ്യൂസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ റെഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ആക്ച്വൽ പെർഫോമൻസ് പോലെ തന്നെ കണക്കാക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു ചെറിയ അവിടെ ഒരു കാര്യം, അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? ടെൻഡർ ഓഫ് മണി നമുക്ക് ഒരിക്കലും ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. ഡെപ്റ്റർ ആ എമൗണ്ട് ഫുള്ളി പേ ഓഫ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളത് ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ആയി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ ഈ ഒരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ കൊണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതാണ് രണ്ട് രീതിയിലുള്ള പെർഫോമൻസ് ആണുള്ളത്. പെർഫോമൻസ് മീൻസ് ആക്ച്വൽ പെർഫോമൻസും അതുപോലെ തന്നെ അറ്റംപ്റ്റഡ് പെർഫോമൻസും ആണ് ഉള്ളത്. Now the next one is discharge by agreement or consent. കൺസെൻറ്റോടെ അല്ലെങ്കിൽ രണ്ടുപേരുടെയും സമ്മതത്തോടെയോ അല്ലെങ്കിൽ മറ്റൊരു എഗ്രിമെൻ്റ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ കോൺട്രാക്റ്റിന് ഒരു ടെർമിനേഷൻ വരുത്താനായിട്ട് സാധിക്കും. സോ കോൺട്രാക്റ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ എഗ്രിമെൻറ്റ്. നമുക്കറിയാം കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എഗ്രിമെൻറ്റ് വഴിയാണ്. അപ്പോൾ ആ എഗ്രിമെൻറ്റ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് അതിനൊരു ടെർമിനേഷൻ വരുത്തുക, അതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിൽ നമുക്ക് അറിയാം എന്ത് കോൺട്രാക്റ്റിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് എഗ്രിമെൻ്റ് ആണ്. അത് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു തിങ് വെച്ചുകൊണ്ട് തന്നെ അതിനെ ഡിസ്ട്രോയ് ചെയ്യുക, ആ സെയിം മാനറിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റ് ഓർ കൺസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം മ്യൂച്വൽ എഗ്രിമെൻറ്റ്സ്, പരസ്പര സമ്മതത്തോടെ വേറൊരു എഗ്രിമെൻ്റ് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനും ഒരുപാട് മോഡ്സ് ഉണ്ട്. ഇത് ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കൺസെൻറ്റിൻ്റെ വിവിധതരം മോഡ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ വേരിയസ് സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റ് ഓർ കൺസെൻറ്റ് മേ ബി ഇംപ്ലൈഡ് കൺസെൻറ്റ് ഓർ എക്സ്പ്രസ് കൺസെൻറ്റ്. ഇംപ്ലൈഡ് മീൻസ് ഇൻഡയറക്ട്ലി, എക്സ്പ്രസ് മീൻസ് ഡയറക്റ്റ് കൺസെൻറ്റ് ആണ്. ഡയറക്റ്റ് കൺസെൻറ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ കഴിഞ്ഞു. ഇനി ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് കൺസെൻറ്റ് ആണെങ്കിൽ വിച്ച് മീൻസ് ദർ ആർ വേരിയസ് മോഡ്സ് ഓർ വേരിയസ് ഫോംസ് ഫോർ ഡിസ്ചാർജിങ്, ദാറ്റ് ഈസ് novation, recession, alteration, remission, waiver and merger. So novation, recession, alteration, remission, waiver and merger. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് മ്യൂച്വൽ കൺസെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റിൽ വരുന്നത്. നമുക്കിനി ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് novation. Novation, according to section 62, novation takes place when a new contract is substituted for the existing one between same parties. അപ്പോൾ novation എന്ന് പറഞ്ഞാൽ which means substituting a new contract in the place of old contract. പഴയ കോൺട്രാക്റ്റിന് പകരം ഒരു പുതിയ കോൺട്രാക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിനെയാണ് നൊവേഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ന്യൂ കോൺട്രാക്റ്റ് നമുക്ക് എക്സിസ്റ്റിംഗ് പാർട്ടീസ്, ആ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് പാർട്ടീസ് വെച്ച്, നേരത്തെ പഴയ കോൺട്രാക്റ്റിലുണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ വെച്ച് തന്നെ പുതിയൊരു കോൺട്രാക്റ്റ് തുടങ്ങാം. ഇല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, പുതിയൊരു കോൺട്രാക്റ്റ് തുടങ്ങാം. എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇൻഫാക്റ്റ് നമ്മളിങ്ങനെ ഒരു പുതിയ കോൺട്രാക്റ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പഴയ കോൺട്രാക്റ്റ് ടെർമിനേറ്റഡ് ആയിട്ട് പോകുന്നു, അതാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, ദ ബിസിനസ് ഓഫ് ആങ്കർ വാസ് ടേക്കൺ ഓവർ ബൈ പാനസോണിക് ഇൻക്ലൂഡിംഗ് സപ്ലൈ എഗ്രിമെൻറ്റ്സ്. ദ പോസ്റ്റ് അക്വിസിഷൻ പാനസോണിക് എൻറ്റർ ഇൻ ടു ഫ്രഷ് എഗ്രിമെൻറ്റ് വിത്ത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഓഫ് ആങ്കർ ഓൺ സെയിം ടേംസ് ആൻഡ് വാലിഡിറ്റി. അപ്പോൾ ഒരു ആങ്കർ എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യുന്നു, പാനസോണിക് എന്ന് പറയുന്ന വേറൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് പാനസോണിക് എന്താണ് ചെയ്യുന്നത്, ഒരു ഫ്രഷ് എഗ്രിമെൻ്റ് എഴുതുകയാണ്. ആങ്കറിൻ്റെ കസ്റ്റമേഴ്സ്, സപ്ലൈ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്ന എല്ലാവരെയും വെച്ച് പുതിയൊരു എഗ്രിമെൻ്റ് എഴുതുകയാണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്, പഴയ എഗ്രിമെൻ്റ്, ആങ്കറും അവരുടെ കസ്റ്റമേഴ്സും തമ്മിലുണ്ടായിരുന്ന പഴയ എഗ്രിമെൻ്റ് ടെർമിനേറ്റഡ് ആയിട്ട് പോവുകയും പുതിയ പാനസോണിക്കുമായിട്ടുള്ള എഗ്രിമെൻ്റ് അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പഴയ എഗ്രിമെൻ്റ് അവിടെ ഡിസ്ചാർജ് ചെയ്തു. അതിന് നമുക്ക് അതാണ് novation. Novation means substituting a new contract in order of in space of other one, old one. That is, and the third one is second one is rescission. Rescission is also an section is explained in a section 62. Section 62, when all or some of the terms of contract are cancelled. Rescission എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. The parties to the contract may decide to cancel a contract on the basis of mutual consent and consideration. Then such rescission happens, original contract get discharged. രണ്ടുപേരുടെയും പരസ്പര സമ്മതത്തോടെ, അല്ലെങ്കിൽ ആ പാർട്ടീസിൻ്റെ രണ്ടുപേരുടെയും പരസ്പര സമ്മതത്തോടെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം എന്ന് പറയുന്നു. അതിനെയാണ് നമ്മൾ റെസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ ഒക്കെ ചെയ്യാം, ഒന്നില്ലെങ്കിൽ മ്യൂച്വൽ കൺസേൺ, രണ്ട് വ്യക്തികളും പരസ്പര ധാരണയിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, ഒരു വ്യക്തി കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാനായിട്ട് വിസമ്മതിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ആവുകയും അതിനെതിരെ എന്ത് ചെയ്യാം, സ്യൂട്ടിന് പോകേണ്ടതായിട്ടും അതുപോലെ അതിന് കോമ്പൻസേഷന് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. എക്സാമ്പിൾ നോക്കാം. അബ്ദുൽ പ്രോമിസസ് ടു സപ്ലൈ designer leather belts to Bahadar 6 months after the date. By that time the designer belts are out of fashion. Abdul will have to manufacture the belts specially to perform the terms of contract. Abdul and Bahadar are risen
ദ കോൺട്രാക്ട്. അബ്ദുൾ ആൻഡ് ബയാർ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ. അബ്ദുളാണ് എന്ത് ചെയ്യുന്നത്, ഡിസൈനർ ലെതർ ബെൽസ് 6 മാസത്തിനകം ഈ വ്യക്തിക്ക് കൊടുക്കാമെന്ന് പറയുന്നു. ആ വ്യക്തിക്ക് കൊടുക്കാമെന്ന് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നു. പക്ഷേ ഈ 6 മാസത്തിനകം അത്തരത്തിലുള്ള ബെൽറ്റ് ഔട്ട് ഓഫ് ഫാഷൻ ആവുകയാണ്. ഔട്ട് ഓഫ് ഫാഷൻ ആകുന്ന സമയത്ത് പിന്നീട് അത് മാനുഫാക്ചർ ചെയ്തതുകൊണ്ട് രണ്ട് വ്യക്തികൾക്കും പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ ഇല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടുപേരും എന്ത് ചെയ്യാണ്, കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. അതാണ് റിസിഷൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇനി ടോട്ടൽ റിസിഷൻ ആണെങ്കിൽ മൊത്തമായിട്ട് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. ഇനി പാർഷ്യൽ റിസിഷൻ ആണെങ്കിൽ എന്താണ്, പാർഷ്യൽ റിസിഷൻ ആണെങ്കിൽ കോൺട്രാക്ട്സിൻ്റെ ആക്ച്വൽ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് സം ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ്, കുറച്ച് കാര്യങ്ങൾ, കോൺട്രാക്റ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് റിസിഷൻ നടത്തുന്നു, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് കോൺട്രാക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, റിസിഷൻ ചെയ്യാം. അതുപോലെ ന്യൂ ടേംസ് ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, റിസിഷനിലേക്ക് വരാം. അപ്പോൾ ഇത്തരത്തിൽ രീതിയിൽ പാർഷ്യൽ റിസിഷനും നടത്താവുന്നതാണ്, ടോട്ടൽ റിസിഷനും നടത്താവുന്നതാണ്. നൗ വി കാൻ പാസ് ഓൺ ടു ദ തേർഡ് പോയിന്റ്, ദാറ്റ് ഈസ് alteration. Alteration means change ആണ്. Alteration means change. Alteration of contract may take place when one or more terms of the contract is altered by mutual concern of the parties of the contract. In such case, the old contract is discharged. അപ്പോൾ ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്. അപ്പോൾ ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ അല്ലെങ്കിൽ ടേംസ് ഓഫ് കോൺട്രാക്റ്റ്, പുതിയ എന്തെങ്കിലും ടേംസ് നമുക്ക് കോൺട്രാക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ കൺസേണോടുകൂടി, പരസ്പര സമ്മതത്തോടുകൂടി കോൺട്രാക്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാം. അങ്ങനെ ഓൾട്ടർ ചെയ്യുന്ന സമയത്ത് അത് പഴയ കോൺട്രാക്റ്റ് അല്ല, പുതിയ കോൺട്രാക്റ്റായി മാറി, ഓൾട്ടറേഷൻ വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പഴയ കോൺട്രാക്റ്റ് എന്തായി, ടെർമിനേറ്റഡ് ആയി അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കാം ഒരു എക്സാമ്പിൾ. പത്മ എൻറ്റേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് രാമ ഫോർ സപ്ലൈ ഓഫ് 100 bales of cotton for his godown 1 by 1st of the next month. Patma and Rama may alter the terms of contract by mutual consent to supply from godown 3. അപ്പോൾ ആദ്യം ഇവർ പത്മ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ രാമ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളും തമ്മിൽ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാണ്. അവർ കുറച്ച് കോട്ടൺ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നത് കോൺട്രാക്റ്റ്. അത് ഗോഡൗൺ 1-ൽ നിന്ന് കൊടുക്കാമെന്നാണ് ആദ്യം എൻ്റർ ചെയ്യുന്നത്. പിന്നീടാണ് അവർ ഗോഡൗൺ 3-ൽ നിന്ന് മതി എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺട്രാക്റ്റിലുള്ള ഒരു ടേം അവിടെ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ കോൺട്രാക്റ്റ് അവിടെ ഡിസ്ചാർജായി പോവുകയും പുതിയ കോൺട്രാക്റ്റ് അവിടെ നിലവിൽ വരികയും ചെയ്യുന്നു. ഓൾട്ടേർഡ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ചേഞ്ച് വരുത്തുമ്പോൾ ആദ്യത്തെ കോൺട്രാക്റ്റ് അവിടെ automatically discharge ആവുന്നു. Next is remission. Remission means acceptance of lesser fulfillment of promise made. It is not necessary there must be some consideration for the remission on the part of the debt. അപ്പോൾ ഇവിടെ റെമിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ആക്സെപ്റ്റൻസ് ഓഫ് ലെസ്സർ പെർഫോമൻസ് ദാൻ വാട്ട് ഡ്യൂ അണ്ടർ ദ ഒറിജിനൽ കോൺട്രാക്ട്. ഒറിജിനൽ കോൺട്രാക്റ്റിൽ പറയുന്നതിനേക്കാൾ കുറവെന്തോ ആണ് നമ്മൾ ഫുൾഫിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ ഡിസൂസ വാസ് ഇൻഡെപ്റ്റഡ് ടു മിസ്റ്റർ ഷെട്ടി ഫോർ 10,000 rupees payable on 1st of November. On 1st November, Mr. D'Souza offered 9,000 towards the fulfillment of the debt, which Mr. Shetty accepts. അപ്പോൾ അവിടെ എന്താണ്, മിസ്റ്റർ ഡിസൂസ എന്ന് പറയുന്ന വ്യക്തി മിസ്റ്റർ ഷെട്ടിക്ക് 10,000 rupees കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നവംബർ 1st കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. നവംബർ 1st ആകുമ്പോൾ മിസ്റ്റർ ഷെട്ടി പറയുകയാണ്, എനിക്ക് 10,000 rupees വേണ്ട, 9,000 മതി, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അവിടെ എന്താണ്, ലെസ്സർ ഫുൾഫിൽമെൻ്റ് ആണ്. ശരിക്കും എത്രയായിരുന്നു, 10,000 ആണ്, അതിൽ കുറവ് എമൗണ്ട് മതി, ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ കോൺട്രാക്റ്റ് അവിടെ എന്താവുകയാണ്, ഡിസ്ചാർജായി പോവുകയാണ്. 10,000 rupeesമായിട്ട് നമ്മൾ കൺസിഡറേഷൻ വെച്ച കോൺട്രാക്റ്റ് അവിടെ ഡിസ്ചാർജ് ആവുകയാണ്. അവിടെ 9,000 ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിരിക്കും പിന്നീട് വരുന്നത്. സോ അതാണ് റെമിഷൻ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് വൺ നൊവേഷൻ, സെക്കൻഡ് വൺ റിസിഷൻ, ആൻഡ് തേർഡ് വൺ ഇസ് ഓൾട്രേഷൻ, ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് റെമിഷൻ. And now the fifth one is waiver. Waiver takes place when the parties of the contract agree that they shall no longer bound to the contract. This amount
to the mutual amendment of rights made by the parties to the contract. അപ്പോൾ ഇവിടെ waiver എന്ന് പറയുമ്പോൾ it is a deliberate amendment of rights to which the parties to contract mutually have against each other. No consideration is necessary for waiver. waiver എന്ന് പറഞ്ഞാൽ എഴുതിത്തള്ളലാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് പേരും മ്യൂച്വലായിട്ട് അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യുകയാണ്, അവിടെ ഒരു എന്താ പറയുക, ഈ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണ്ട, കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവിടെ അത് ടെർമിനേറ്റഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എഴുതി തള്ളുക എന്ന് പറയും. ചില ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലുള്ള 10,000 rupees. അപ്പോൾ മിസ്റ്റർ ഷെട്ടി പറയുകയാണ്, സാരില്ല അയാൾ എനിക്കൊന്നും തരണ്ട, ഇത്രയധികം കടങ്ങൾ അയാൾക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് കടം തരണ്ട എന്ന് പറഞ്ഞ് വേവർ നടത്താം, അല്ലെങ്കിൽ അയാളുടെ കടം എഴുതി തള്ളാം. അതിന് നമ്മൾ വേവർ എന്നാണ് പറയുന്നത്. അപ്പോൾ മനഃപൂർവ്വമായിട്ടാണ് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് ഏർപ്പെടുന്നത്. നെക്സ്റ്റ് ഇസ് merger. Merger takes place when an inferior right acquiring to the party under the contract merges into the superior right acquiring to the same party under the same or some other contract. So merger takes place when inferior right, ഇൻഫീരിയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് അധികാരമുള്ളത് അല്ലെങ്കിൽ കുറച്ച് താരതമ്യേന കുറച്ച് റൈറ്റ് ഉള്ളത് എന്ത് ചെയ്യുന്നു, സുപ്പീരിയർ റൈറ്റ് ആയിട്ടുള്ളതിലേക്ക് മേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, മേർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ചേരുന്നു. നമുക്ക് ആ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. അവിടെ രണ്ട് വ്യക്തികൾ ഒരു പ്രോപ്പർട്ടി ലീസ് ചെയ്യുന്നുണ്ട്. അതിൽ ആ പ്രോപ്പർട്ടി പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ, ലീസിലായിരുന്നു ആ പ്രോപ്പർട്ടി, പിന്നീട് അത് അയാൾ സ്വന്തമായിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ ലീസ് എന്തായിട്ട് മാറി, അത് ഓണർഷിപ്പിലേക്ക് വഴിമാറി. ലീസിലായിരുന്നു അദ്ദേഹം ആ പ്രോപ്പർട്ടി ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്, പിന്നീട് അദ്ദേഹം അത് വാങ്ങുകയും അതിൻ്റെ ഓണർഷിപ്പ് എടുക്കുകയും ചെയ്തു. അപ്പോൾ ലീസ് എന്ന് പറയുന്നത് താരതമ്യേന ഇൻഫീരിയർ ആയിരുന്നു, വിച്ച് മീൻസ് ഓണർ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി സുപ്പീരിയർ റൈറ്റ്. അപ്പോൾ അതിലേക്ക് മറ്റേത് എന്തായി, മേർജായി. അതിനെയാണ് നമ്മൾ merger എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഡിസ്ചാർജ് ബൈ എഗ്രിമെൻ്റ് ആണ്. ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റിലെ പല ഫോംസ് അല്ലെങ്കിൽ പല മോഡ്സ് നമ്മൾ കണ്ടു. അതിലാദ്യത്തെയാണ് നൊവേഷൻ, സെക്കൻഡ് വൺ ഇസ് റെസിഷൻ, തേർഡ് വൺ ഇസ് ഓൾട്ടറേഷൻ, ആൻഡ് ഫോർത്ത് വൺ ഇസ് റെമിഷൻ, ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് waiver, and the last one is merger. Now we can pass on to the next one. Next discharge, നമ്മളപ്പോൾ തേർഡ് വണ്ണിലേക്ക് പോവാം. ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ ആദ്യത്തെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ആയിരുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റ്, ആൻഡ് ദ തേർഡ് വൺ ഇസ് ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ് നെക്സ്റ്റ് വൺ. അപ്പോൾ ഇമ്പോസിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇഫ് ആൻ എഗ്രിമെൻറ്റ് കണ്ടെയ്ൻസ് ആൻ അണ്ടർടേക്കിംഗ് ടു പെർഫോം ആൻ ഇമ്പോസിബിലിറ്റി, ഇറ്റ് ഈസ് വോയിഡ് and abino. അവിടെ ഒരു മിസ്റ്റേക്കാണ്, ആബിനോ. This rule is based on the following, that is the law does not recognize what is impossible, and what is impossible does not create an obligation. അപ്പോൾ ഇവിടെ എഗ്രിമെൻറ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഇമ്പോസിബിലിറ്റി കൊണ്ടാണ്. ഇത്തരം എഗ്രിമെൻറ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇമ്പോസിബിൾ ആണ്, അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളത് വോയിഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇമ്പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാവാം. ദറ്റ് ഈസ് പ്രീ കോൺട്രാക്ച്വൽ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയും ഉണ്ട്. ഇമ്പോസിബിലിറ്റി അറൈസിങ് ഓഫ് സബ്സിക്വൻറ്റ് ടു ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട്, രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ദറ്റ് ഈസ് discharge by impossibility of performance, impossibility known to the parties at the time of making contract. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഇമ്പോസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതും, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ an agreement entered to purpose of doing an act illegal or physical impossibility, ഫിസിക്കലായിട്ട് ഇമ്പോസിബിൾ ആണെന്നോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആണെന്നോ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരത്തിലൊരു കോൺട്രാക്റ്റ് ഒരിക്കലും നിലനിൽക്കില്ലെന്ന് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അറിയാമെങ്കിൽ അത് വോയിഡാണ്. അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഇമ്പോസിബിലിറ്റി ഈസ് ഇമ്പോസിബിലിറ്റി നോൺ ടു ദ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് കോൺട്രാക്ട്. വേർ എ ടൈം ഓഫ് മേക്കിംഗ് കോൺട്രാക്ട് ബോത്ത് പാർട്ടീസ് ആർ ഇഗ്നോറൻറ്റ് ഓഫ് ഇമ്പോസിബിലിറ്റി. രണ്ട് പേർക്കും അത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് രണ്ട് പേർക്കും എന്തായിരുന്നു, അറിഞ്ഞുകൂടായിരുന്നു ഇത് നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന്. അതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത്. ആ സമയത്ത് അവരെന്ത് ചെയ്യാം, അതുകൊണ്ട് ആ സമയത്ത് അല്ലെങ്കിൽ ആ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഒരു എയും ബിയും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് ആണ്. ഒരു കവിനെ വിൽക്കാം എന്നുള്ളൊരു കോൺട്രാക്റ്റ് ആയിരുന്നു. ആ കവ് എഗ്രിമെൻറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ആ കവ് ചത്തുപോവുകയാണ്, ഡെഡ് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ
ആ കോൺട്രാക്റ്റ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ അസാധ്യമാണ്. ആ കവിൻ്റെ പുറത്തുള്ള കോൺട്രാക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ കോൺട്രാക്റ്റ് മ്യൂച്വൽ കൺസേണോടുകൂടി അല്ലെങ്കിൽ മ്യൂച്വൽ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇമ്പോസിബിലിറ്റി നോൺ ടു ദ പ്രോമിസർ എലോൺ. പ്രോമിസർക്ക് മാത്രമാണ് ഇമ്പോസിബിൾ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇഫ് ദ പ്രോമിസർ എലോൺ ഈസ് അവെയർ ഓഫ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് കോൺട്രാക്ട്. കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് പ്രോമിസർക്ക് അറിയാമായിരുന്നു ഇതൊരിക്കലും സംഭവിക്കാൻ പോകണമെന്നില്ലെന്ന്. പക്ഷേ പ്രോമിസിക്ക് ഇത്തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റ് ഇത് ഒറിജിനൽ ആണ് അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് അയാൾ മുന്നോട്ട് പോയതെങ്കിൽ പ്രോമിസർക്ക് അവെയർ ആയിരുന്നു ഇത്തരത്തിൽ ഇമ്പോസിബിൾ ആണെന്ന് അവെയർ ആണെങ്കിൽ അവിടെ പ്രോമിസിക്ക് അതിനുള്ള ലോസിനുള്ള കോമ്പൻസേഷൻ പ്രോമിസർ നൽകേണ്ടതായിട്ട് വരും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇമ്പോസിബിലിറ്റി arising up to subsequent to the formation of the contract. When the contract which has capable of performance at the beginning subsequently due to change in circumstances becomes impossible for the performance, this contract becomes void. അതായത് ആദ്യം ഇത് തുടക്കത്തിലെ അല്ലെങ്കിൽ ഇനീഷ്യലി നമുക്ക് ഈ കോൺട്രാക്റ്റ് പോസിബിൾ ആയിരുന്നു, കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് എന്ത് പറ്റി? പിന്നീട് കോൺട്രാക്റ്റ് മുന്നോട്ട് അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസ് ചേഞ്ച് വന്നതിന് ശേഷം ഈ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ അപകടങ്ങൾ വന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് ടൂറ് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷേ കോവിഡ് നിലനിൽക്കുമ്പോൾ നമുക്ക് ഇത്രയും നാളത്തിനുള്ളിൽ ടൂറ് പോകണമെന്നുണ്ട്. പക്ഷേ കോവിഡ് പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ കോവിഡ് വളരെയധികം കൂടിയതുകൊണ്ട് നമുക്ക് ടൂർ എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോകാനായിട്ട് പെട്ടെന്ന് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ സർക്കംസ്റ്റൻസസ് ചേഞ്ച് ആയതുകൊണ്ടാണ് അത്തരത്തിൽ കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് മാറിയത്. അതാണ് പറയുന്നത്. അപ്പോൾ ഓൺലി വെൻ ദ ഇമ്പോസിബിലിറ്റി കോസസ് സർക്കംസ്റ്റൻസസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് പാർട്ടീസ്. ആ രണ്ട് പാർട്ടീസിൻ്റെയും കൺട്രോളിലല്ല ഈ ഒരു ചേഞ്ച് വന്നത്. അതായത് അവർ എഗ്രി ചെയ്തിരുന്നു കോൺട്രാക്റ്റ് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അത് പോസിബിൾ ആയിരുന്നു. പിന്നീട് സർക്കംസ്റ്റൻസസ് ചേഞ്ച് കൊണ്ട് രണ്ട് പാർട്ടീസിൻ്റെയും തെറ്റുകൊണ്ടല്ല, സർക്കംസ്റ്റൻസിൻ്റെ ചേഞ്ച് കൊണ്ടാണ് ഒരു കോൺട്രാക്റ്റ് അതെന്തായി മാറിയത്? കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയതെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെ ഈ ഡോക്ട്രിനെയാണ് നമ്മൾ പറയുന്നത് ഡോക്ട്രിൻ ഓഫ് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി ഓർ പോസ്റ്റ് കോൺട്രാക്ച്വൽ ഇമ്പോസിബിലിറ്റീസ്. പോസ്റ്റ് കോൺട്രാക്ച്വൽ ഇമ്പോസിബിലിറ്റി എന്നോ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ഡോക്ട്രിൻ ഓഫ് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ അതിൽ കുറച്ച് സിറ്റുവേഷൻസും കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ പ്രീ കോൺട്രാക്ച്വൽ ഇമ്പോസിബിലിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് കോൺട്രാക്ച്വൽ ഇമ്പോസിബിലിറ്റി ഓർ ഇമ്പോസിബിലിറ്റി സൂപ്പർവെനിങ് ഉണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് എന്ന് നോക്കാം. സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റീസിൻ്റെ സിറ്റുവേഷൻസിലേക്ക് നമുക്ക് നോക്കാം. ചില സിറ്റുവേഷൻസ് ഉണ്ട്, ആ സിറ്റുവേഷൻസ് കൊണ്ട് ഇമ്പോസിബിളായിട്ട് മാറുകയാണ്. അത് രണ്ട് പാർട്ടീസിനെയും തെറ്റുകൊണ്ടല്ല ഇമ്പോസിബിലിറ്റി വരുന്നത്. അതെന്തുകൊണ്ടാണ്? അത് അവർ രണ്ടുപേരുടെയും കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ തന്നെ ഡിസ്ട്രക്റ്റ് ആയിട്ട് പോവുകയാണ്. ആ സമയത്ത് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യും. For example, Mr. Anand let music hall to Mr. Rahman for a series of concretes of 20 days effective from October 1. On September 26, the hall was accidentally burned down. അപ്പോൾ ഇവിടെ ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുകയാണ്? മ്യൂസിക് ഹോള് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ആ ഒരു മ്യൂസിക് ഷോ നടത്തുന്നതിന് മുമ്പ് തന്നെ ആ ഹോളിന് തീ പിടിക്കുകയും ആ ഹോള് കത്തി നശിക്കുകയും ചെയ്യുന്നു. അത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയേണ്ടി വരുന്നു. രണ്ടുപേരുടെയും മിസ്റ്റേക്ക് കൊണ്ടല്ല, ഒരു ആക്സിഡൻറ്റ് മൂലം സംഭവിച്ചതാണ്. അതാണ് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്റ്റ് വോയിഡ് ആവുകയാണ്. നെക്സ്റ്റ് ഇസ് നോൺ എക്സിസ്റ്റൻസ് ഓർ നോൺ അക്കറൻസ് ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് തിങ്, ദാറ്റ് ഈസ് ഫ്രസ്ട്രേഷൻ. അപ്പോൾ നോൺ എക്സിസ്റ്റൻസോ അല്ലെങ്കിൽ നോൺ ഒക്കറൻസോ കൊണ്ടോ പെർട്ടിക്കുലർ തിങ്സ് കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവിടെ കോൺട്രാക്റ്റ് ക്യാൻസൽ ആവുകയാണ്. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒരു കേസ് ലോ ആണ്, ഒരു ഫേമസ് കേസ് ലോ ആണ്. ദാറ്റ് ഈസ് ടൈലർ വേഴ്സസ് കാൽവെൽറ്റ്. ഇൻ 1863 ഒരു കേസ് ലോ ആണ്. ഇവിടെ പേരുകൾ വ്യത്യസ്തമായിട്ട് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അത് ആ കേസ് ലോ ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ആ കേസ് ലോ ആണ് ഒരു ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സാമ്പിളായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ഇസ് നോൺ എക്സിസ്റ്റൻസ് ഓർ നോൺ ഒക്കറൻസ് ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് തിങ്സ്. ചില കാര്യങ്ങൾ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ പെർട്ടിക്കുലർ തിങ്സ് ചേഞ്ച് വരികയാണ്. ചില കാര്യങ്ങൾ ചേഞ്ച് വരികയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ,
hired a flat from K for June. ഇവിടെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ആ എക്സാമ്പിൾ കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിളും കൂടി ഒന്ന് പരിശോധിക്കാം. That is, Mr. Patel of Kolhapur hired a flat off Chani Road from Ms. Shah for witnessing Ganesh exhibition process. Mr. Shah, aware of Patel's purpose of renting, although the same was not being mentioned in the contract, due to the security reasons, the emission process were diversified. The Patel is execute and paying the rents as emission process passing through area was one of the preconditions of the contract. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു വീട് അദ്ദേഹം ഈ കോൺട്രാക്റ്റിൽ പറയുന്ന വ്യക്തി ഒരു വീട് റെൻറ്റിന് എടുക്കുന്നത് തന്നെ അവിടുത്തെ ഒരു ചർച്ചിൽ ഒരു ടെമ്പിളിലെ ആക്ടിവിറ്റീസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ ആക്ടിവിറ്റീസ് അവർ ചില സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ആ ആക്ടിവിറ്റീസ് വേറൊരു സ്ഥലത്തേക്ക് അവർ മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കാര്യം അവിടെ നിന്ന് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ ഒരു നമ്മുടെ ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ദാറ്റ് ഈസ് മിസ്റ്റർ കേസ് ലോ ആണ്. ആ കേസ് ലോ അനുസരിച്ച് എച്ച് എന്ന് പറയുന്ന വ്യക്തി ഒരു ഫ്ലാറ്റ് റൂം ഇതുപോലെ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ. ആ എക്സാമ്പിളിൽ ഇവിടെ എക്സാമ്പിൾ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് കിങ് എഡ്വേർഡിൻ്റെ അതായത് കിരീടധാരണ പ്രോസസ്സ് നടത്താൻ വേണ്ടി, കൊറോണേഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ഫ്ലാറ്റ് ഹയർ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് ആ കിങ്ങിന് സുഖമില്ലാത്തതുകൊണ്ട് അത്തരത്തിൽ ആ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റാതെ ഇരിക്കുകയും ആ ഒരു ഫ്ലാറ്റ് എടുത്തതിൻ്റെ റെൻറ്റ് പേ ചെയ്യാനായിട്ട് അയാൾ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താണ്, കോൺട്രാക്റ്റ് ഡിസ്ചാർജായി പോവുകയാണ്. ആ ഒരു കാര്യം നടപ്പിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇസ് ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി. അപ്പോൾ ഡെത്ത് സംഭവിക്കുക when a performance of contract depends upon personal skill. ഒരാളുടെ പേഴ്സണൽ സ്കില്ലോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ അനുസരിച്ചാണ് ഒരാൾക്ക് പെർഫോം ചെയ്യേണ്ടതെങ്കിൽ അയാൾ മരിച്ചു പോവുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ്, ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്കില്ല് നമുക്ക് ആവശ്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൽനെസ് കൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്റ്റ് അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഡിസ്ചാർജ് ആവുകയാണ്. ദെൻ ചേഞ്ച് ഓഫ് ലോ ഓർ സ്റ്റെപ്പിംഗ് ഇൻ ഓഫ് പേഴ്സൺ വിത്ത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. അപ്പോൾ അവിടെ ചേഞ്ച് ഓഫ് ലോ എന്താണെന്ന് നോക്കാം. അതായത് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ചില ചേഞ്ച്, ലോയിൽ ചില ചേഞ്ച് വന്നു. ഗവൺമെൻറ് ചില പവേഴ്സ് ഉപയോഗിച്ച് സ്പെഷ്യൽ ആക്ട് ഉപയോഗിച്ചു ചില ചേഞ്ച് വരുത്തി. അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് സോ പെർഫോം ദ കോൺട്രാക്ട് ബിഫോം ഇമ്പോസിബിൾ. അപ്പോൾ ചില ആക്ട് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാതായിട്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ഒരു ബ്രിക്സ് ഫാക്ടറിയിൽ ബ്രിക്സ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രിക്സ് ഫാക്ടറിയിൽ ചില ഔട്ട്സ്കേർട്സിൽ ചെയ്യാനായിട്ട് കുറച്ച് എഗ്രിമെൻറ്റ്സിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ എടുക്കുകയാണ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടൊക്കെ. പക്ഷേ അവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു സ്പെഷ്യൽ പവർ അനുസരിച്ച് ട്രക്സ് ടുക്ക് ഓവർ ചെയ്യുകയാണ്. അത്തരത്തിൽ ട്രക്സ് ടുക്ക് ഓവർ ചെയ്യുമ്പോൾ ലോജിസ്റ്റിക് അറേഞ്ച്മെൻറ്റ്സ്, ആർമിയുടെ ലോജിസ്റ്റിക്സ് അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് അതെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എടുക്കുന്ന സമയത്ത് ഇത് ബ്രിക്സ് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, അവിടെ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി പോവുകയാണ്. നെക്സ്റ്റ് ഈസ് ഔട്ട്ബ്രേക്ക് ഓഫ് വാർ. യുദ്ധം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഏലിയൻ എനിമീനോടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു യുദ്ധം അവർ തമ്മിൽ ആ കൺട്രിയുമായിട്ട് നമ്മുടെ രാജ്യം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ യുദ്ധം വരുമെന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നു, അവിടെ ഡിസ്ചാർജ് ആയിട്ട് പോവുകയാണ്. യാതൊരുവിധ കോൺട്രാക്ട്സും എനിമി കൺട്രീസിന് അല്ലെങ്കിൽ ഏലിയൻ എനിമീസിനായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കില്ല. അതാണ് സൂപ്പർവെനിങ് എംപോസിബിലിറ്റീസിൽ വരുന്ന കുറച്ച് സിറ്റുവേഷൻസ്.
കുറച്ച് സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ പറയുന്ന സിറ്റുവേഷൻസിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരു എക്സ്ക്യൂസായിട്ട് കണക്കാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഒരു എക്സ്ക്യൂട്ടായിട്ട് എടുക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. Ordinarily, when a person undertakes to do something, he must do it unless the performance becomes absolutely impossible. Absolutely impossible അല്ലെങ്കിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്ന്, അല്ലെങ്കിൽ when a contract is not discharged on the grounds of supervening impossibility. supervening impossibility ആണെന്ന് പറഞ്ഞ് കോൺട്രാക്റ്റ് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഇസ് ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ്. ഒരു കോൺട്രാക്റ്റ് ഒരിക്കലും ഡിസ്ചാർജ് ചെയ്യില്ല, എന്ത് ചെയ്യുന്നു, ഡിഫിക്കൽട്ടി, രണ്ട് വ്യക്തികൾക്കും ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ അവിടെ ഡിലേ വരുത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, അയാളുടെ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവായി പോകാനായിട്ട് സാധിക്കില്ല. ദാറ്റ് ഈസ് ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ്. അത്തരത്തിലുള്ള റീസൺസ് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഒരാളുടെ അല്ലെങ്കിൽ എക്സ്പെൻസ് ലെസ് പ്രോഫിറ്റബിൾ ആണ്, ലാഭമില്ല എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഒഴിവായി പോകാനായിട്ട് സാധിക്കില്ല വൺസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം. സോ A sold a certain quantity of Finland timber to B to be supplied between July and September. Before any timber was supplied, the war broke out in that month of August and the transport was disorganized to A. Could not being any timber of Finland, held the difficulty in getting the timber from Finland and then did not discharge A from performance. അപ്പോൾ ഇവിടെ ഫിൻലാൻഡ്, അതായത് ഒരു വ്യക്തി കുറച്ച് ടിമ്പർ ബിക്ക് കൊടുക്കാമെന്ന് എഗ്രി ചെയ്യാണ്. അത് സർട്ടൻ ഡേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ ഒരു ഡേറ്റിൽ അവർക്ക് അത് കൊടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വാർ നടക്കുന്ന സമയത്ത് അത് സാധിക്കുന്നില്ല. പക്ഷേ അത് അങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടിമ്പർ കിട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ആ പെർഫോമൻസിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് സാധിക്കില്ല, ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുന്നില്ല. പിന്നീട് അത് കിട്ടുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. Next is commercial impossibility. A contract is not discharged merely because of expectation of higher profit is not realized or necessary raw materials unavailable at higher price because of the outbreak of war. There is a sudden depreciation of currency. അപ്പോൾ ഇവിടെ കമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി, വാണിജ്യപരമായിട്ടുള്ള അസാധ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ ഡിസ്ചാർജ് നടക്കില്ല. കാരണം ഇവിടെ പറയുന്നുണ്ട് ഹയർ പ്രോഫിറ്റ്സ്, കൂടുതൽ ലാഭം അല്ലെങ്കിൽ കൂടുതൽ ലാഭം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കോൺട്രാക്റ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അതല്ലെങ്കിൽ ഒരു വാറ് സംഭവിച്ചതിൻ്റെ, അല്ലെങ്കിൽ ഒരു വാറ് വന്നു അല്ലെങ്കിൽ യുദ്ധം പെട്ടെന്ന് വന്നതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് ആ ഒരു റോ മെറ്റീരിയൽസ് കിട്ടാനില്ല, അതിൻ്റെ ഭാഗമായിട്ട് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഓഫ് കറൻസിയിൽ വരുന്ന ഇൻഫ്ലേഷൻസ്, അല്ലെങ്കിൽ കറൻസിയിൽ ഡിപ്ലേഷൻ വന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, അയാൾക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവായി പോകാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, A promised to send certain goods from Bombay to in September. Before goods were sent, the war broke out and was sharp increase in shipping rates held the contract was not discharged. അപ്പോൾ ഒരു വ്യക്തിക്ക് ബോംബെയിലേക്ക് സെപ്റ്റംബറിൽ കുറച്ച് ഗുഡ്സ് കൊടുത്തയക്കണമായിരുന്നു. അപ്പോഴേക്കും കുറച്ച് വാർ വന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഷിപ്പിങ്ങിൻ്റെ റേറ്റ്സ് ഒക്കെ കൂടി, അതിൻ്റെ ഭാഗമായിട്ട് റേറ്റ് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൺട്രാക്റ്റിൽ നിന്ന് ഡിസ്ചാർജായി പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു എന്താണ് ഇമ്പോസിബിൾ, ഇത്തരത്തിലുള്ള പെർഫോമൻസിന് ഒരു ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് അത് എക്സ്ക്യൂസായിട്ട് ചില കാര്യങ്ങളിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ദാറ്റ് ഇസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇമ്പോസിബിലിറ്റി. Self-induced impossibility when impossibility is due to default of contracting party himself. അവരുടെ സ്വന്തമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഇമ്പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതും അതിൽ നിന്ന് അതിൽ ഒരു ഡിസ്ചാർജായി പോകാനായിട്ട് സാധിക്കില്ല. ഇനി സ്ട്രൈക്ക്, ലോക്ക്ഡൗൺസ്, സിവിൽ ഡിസ്റ്റർബൻസ് ഒക്കെ കൊണ്ടാണെങ്കിലും ആ കോൺട്രാക്റ്റ് നിലനിൽക്കും. ദെൻ ഫെയിലിയർ ഓഫ് വൺ ഓഫ് ദി ഒബ്ജക്റ്റിൻ്റെ ഫെയിലിയർ കൊണ്ടാണ്, കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്ന സെർവൽ ഒബ്ജക്റ്റിലാണ്, അതിലൊരെണ്ണം നമുക്ക് അത് ഫെയിലിയർ ആയിട്ട് മാറുകയാണെങ്കിൽ അവിടെയും എന്ത് ചെയ്യുന്നില്ല, ഡിസ്ചാർജ് വരുന്നില്ല. നെക്സ്റ്റ് ഇസ് കോൺസെപ്റ്റ് ഓഫ് doctrine of frustration. Frustration occurs whenever the contract after its formation becomes impossible to perform without the default of either party. രണ്ട് വ്യക്തികളുടെയും തെറ്റുകൊണ്ടല്ല ഒരു കോൺട്രാക്റ്റ് ഇമ്പോസിബിൾ ആയിട്ട് മാറുന്നത്. കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം കുറച്ച്
ഔട്ട് ഓഫ് ദ കൺട്രോൾ ഓഫ് ദീസ് പാർട്ടീസ്. ഈ രണ്ട് വ്യക്തികളുടെയും കൺട്രോൾ കൊണ്ട് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെയും സിറ്റുവേഷൻസ് കൊണ്ടല്ല, രണ്ട് വ്യക്തികൾ അല്ലാതെ പുറത്തുള്ള കാര്യങ്ങൾ കൊണ്ടാണ് കോൺട്രാക്റ്റ് പിന്നീട് സിറ്റുവേഷൻ ചേഞ്ച് അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസിൻ്റെ ചേഞ്ച് കൊണ്ട് ആ കോൺട്രാക്റ്റ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ doctrine often is called subsequent or supervening impossibility and this effect the parties are relieved from the contractual obligation. ഇത്തരത്തിലൊരു കാര്യം വരികയാണെങ്കിൽ അവർക്ക് പിന്നീട് സർക്കംസ്റ്റൻസസിൻ്റെ ചേഞ്ചസ് കൊണ്ട് ഇമ്പോസിബിൾ ആയിട്ട് മാറുകയാണെങ്കിൽ അവിടെ എന്താണ് അവരുടെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. 19th സെഞ്ച്വറിയിൽ കോമൺ ലോ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഫ്രസ്ട്രേഷൻ കോൺസെപ്റ്റ് ഓഫ് ഫ്രസ്ട്രേഷൻ വന്നത്. അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു, അവിടെ നമുക്ക് കോൺട്രാക്ച്വലിൽ നിന്ന് അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനിൽ നിന്ന് പാർട്ടീസിനെ റിലീവ് ചെയ്യാനായിട്ട് സാധിച്ചു. കോൺട്രാക്ച്വൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിൾ ഇംഗ്ലണ്ടിലാണ് നിലവിലുള്ളത്. മെയിനായിട്ട് ഈ ഡോക്ട്രിൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോമൺ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സർക്കംസ്റ്റൻസസ് ബിയോണ്ട് ദ പാർട്ടീസിനായിട്ട് പാർട്ടീസ്, അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അവർ രണ്ടുപേരുടെയും തെറ്റുകൊണ്ടല്ല കോൺട്രാക്റ്റിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നതെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ഈ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. Next one is discharge by lapse of time. Lapse of time, according to the Limitation Act 1963 lays down that the contract should be performed within specific period called period of limitation. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കോൺട്രാക്റ്റ് ചെയ്തു തീർക്കണം എന്നുള്ള നിയമമാണ് ലിമിറ്റേഷൻ ആക്ട് 1963 പ്രകാരം പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ തീർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീർത്തില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി പോയതായിട്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. നിയമം വഴി ടെർമിനേറ്റ് ചെയ്ത് പോവുകയാണ് കോൺട്രാക്റ്റ്. അത് ഡെത്ത് മരണം സംഭവിക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു വ്യക്തികളുടെ പേഴ്സണൽ സ്കിൽ ആവശ്യമായിട്ട് ഉള്ള കോൺട്രാക്റ്റാണ്. ആരെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ടെർമിനേറ്റ് ചെയ്തു പോകുന്നു. ബൈ ഇൻസോൾവൻസി. ഇനി കോർട്ട് ഒരു വ്യക്തിയെ ഇൻസോൾവൻ്റ് ആയിട്ട് പാപ്പരായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ രീതിയിൽ കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നു, അവിടെ ടെർമിനേറ്റഡ് ആയി പോകുന്നു. ഇനി merger takes place when inferior rights, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, മറ്റേതെങ്കിലും റൈറ്റ്സ്, അപ്പം മുന്നേ ഉണ്ടായിരുന്ന അതായത് ഒരു വീട്ടിൽ റെൻറ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന അത്തരത്തിലൊരു കോൺട്രാക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ആ റെൻറ്റ് താമസിച്ചിരുന്ന വീട് ആ വ്യക്തി സ്വന്തമായിട്ട് വാങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റെൻറ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന എന്നുള്ള ആ കോൺട്രാക്റ്റ് അവിടെ പോയിട്ട് എന്തായി മാറുകയാണ്, അവിടെ ഓണർഷിപ്പ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയാണ്. അതാണ് merger എന്ന് പറയുന്നത്. ദെൻ alteration, marital alteration, അതായത് മെറ്റീരിയൽ ഓൾട്രേഷൻ when one party makes a material alteration in the return document. എന്തെങ്കിലും റിട്ടേൺ ഡോക്യുമെൻറ്റ് രണ്ടുപേരുടെയും കൺസേണോടെ മെറ്റീരിയൽ ഓൾട്രേഷൻ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ അവിടെ കോൺട്രാക്റ്റ്, അതായത് ഓൾട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പേരുടെയും സമ്മതം ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഓൾട്രേഷനാണ് നടത്തുന്നതെങ്കിൽ, അതായത് ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ കൺസേൺ ഇല്ലാതെ എന്ത് ചെയ്യുന്നു, ഓൾട്രേഷൻ നടത്തുകയാണ്. ഓൾട്രേഷൻ നടത്തി ആ കോൺട്രാക്റ്റിൽ ചേഞ്ചസ് വരുത്തുകയാണ് അയാളുടെ സമ്മതം ഇല്ലാതെ, ഒരു പാർട്ടിയുടെ സമ്മതം ഇല്ലാതെ. അത്തരത്തിൽ ഓൾട്രേഷൻ നടത്തുകയാണെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഡിസ്ചാർജ് ഓഫ് ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റഡ് ആയിട്ട് പോവുകയാണ് ബൈ ലോ. And the last one is discharge by breach of contract. അതായത് കോൺട്രാക്റ്റ് ലംഘിക്കുക അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ റൈറ്റ്സ് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിയമം ലംഘിച്ചു അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ലംഘിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ലംഘനം മൂലം എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് വരുന്നു. Breach of contract means promise or fail to perform the promise or breakup of the obligation with a contract imposes. ഒരു കോൺട്രാക്റ്റ് ഇമ്പോസ് ചെയ്യുന്ന ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. when a party to contract without lawful excuse, ഒരു എക്സ്ക്യൂസും
അതായത് ലോഫുൾ എക്സ്ക്യൂസ് ഇല്ലാതെ അല്ലെങ്കിൽ നിയമം അനുശാസിക്കാതെ സ്വന്തം ഇഷ്ടത്തോടെ എന്ത് ചെയ്യുന്നു, കോൺട്രാക്റ്റിൽ എൻഡ് വരുത്തുന്നു അല്ലെങ്കിൽ കോൺട്രാക്റ്റ് അവരുടെ ഇഷ്ടത്തോടെ നിർത്തിവെക്കുന്നു, അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഈസ് ഓഫ് 2 ടൈപ്പ്, ദാറ്റ് ഈസ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോമിസ് ഫെയിൽ ടു പെർഫോം. ഡ്യൂ ഡേറ്റിനനുസരിച്ച് പ്രോമിസർക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന ഡേറ്റിൽ പെർഫോമൻസ് നടത്താതിരിക്കുക, അതിനെയാണ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് പെർഫോമൻസ്. അതിനെ നമ്മൾ പ്രോമിസർ റെഫ്യൂസ് ചെയ്യാണ്, ഫെയിൽ ചെയ്യാണ് പെർഫോം ചെയ്യാനായിട്ട്, അതിനെ നമുക്ക് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ഈസ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്സ്. അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് when a party to executory contract declares his intention of not performing the contract before the performance of due. അതായത് ഡേറ്റിന് മുമ്പ് തന്നെ ആരാണോ പെർഫോം ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു പാർട്ടി പറയുകയാണ് എനിക്കിത് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്, അത്തരത്തിലുള്ളതിനെയാണ് ആൻറ്റിസിപ്പേറ്ററി. അപ്പോൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് അറിയിക്കുന്നതിനാണ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എക്സ്പ്രസ് ബൈ വേർഡ്സിലൂടെ പറയാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടും പറയാം. A person contract sells a particular horse to another in 1st June and before the due date he sells the horse to somebody else. അപ്പം ഇവർ ആദ്യത്തെ പേഴ്സൺ ഒരു വ്യക്തിക്ക് ഹോഴ്സ് കൊടുക്കാമെന്ന് പറയുകയാണ് 1st ജൂണിന്, പക്ഷേ 1st ജൂണിന് മുമ്പ് തന്നെ അയാൾ ആ ഹോഴ്സ് വേറൊരു വ്യക്തിക്ക് വിൽക്കുകയാണ്. അപ്പോൾ അത് എന്താണ്, ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാണ്, അത് ആ വ്യക്തിക്ക് കൊടുക്കാതെ വേറൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാണ്, അവിടെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ലംഘിക്കുകയാണെങ്കിൽ ആരാണോ ആ കോൺട്രാക്റ്റ് മൂലം അയാൾക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായോ അതിനൊക്കെ എതിരായിട്ട് നമുക്ക് സ്യൂ ചെയ്യാനും കോമ്പൻസേഷൻ വാങ്ങാനായിട്ട് സാധിക്കും. നൗ ദ ലാസ്റ്റ് വൺ ഇസ് റെമഡീസ് അഗെയിൻസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ബ്രീച്ച്. എന്തൊക്കെ റെമഡീസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റ് ലംഘിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ റെമഡീസ് ആണ് ഈ വ്യക്തിക്ക് കൊടുക്കാനുള്ളത്. റെമഡീസ് ദ മീൻസ് വിച്ച് ബൈ ലോ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ റൈറ്റ്. അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾക്ക് ഒരു കവറേജ് കൊടുക്കാനാണ് ഇത്തരത്തിലുള്ള റെമഡി. അപ്പം എന്ത് പരിഹാരമാണ് റെമഡി എന്ന് പറഞ്ഞാൽ എന്ത് പരിഹാരമാണ് ഇത്തരത്തിലൊരു ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് നടത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ആക്ച്വൽ ബ്രീച്ചായിട്ട് കണക്കാക്കുകയും അവിടെ ഡാമേജസ് എന്തെങ്കിലും വരുത്തുകയാണെങ്കിൽ ആ ഡാമേജസിന് അവർക്ക് ആക്ച്വൽ പെർഫോമൻസ് ഡേറ്റിൽ ഡാമേജസ് എന്തെങ്കിലും വരികയാണെങ്കിൽ കോമ്പൻസേഷൻ ചോദിക്കാവുന്നതാണ്. അതുപോലെ കോൺട്രാക്റ്റിൽ പെർഫോമൻസ് ഡേറ്റ് വരെ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്തതിന് ശേഷം ലീഗൽ റെമഡീസിന് വേണ്ടിയിട്ട് ഡീഫോൾട്ടിംഗ് പാർട്ടീസിന് ആരാണോ ബ്രീച്ച് നടത്തിയത് ആ വ്യക്തിക്ക് ഡീഫോൾട്ട് നടത്തിയത് ആ പാർട്ടിക്ക് എന്ത് ചെയ്യാം, കോമ്പൻസേഷന് വേണ്ടിയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഡാമേജസിന് വേണ്ടിയിട്ട് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട വ്യക്തി ആരെങ്കിലും ഡാമേജസ് വന്നിട്ട് ലോസസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ വാങ്ങാവുന്നതാണ്. സോ അതോടെ നമ്മുടെ ചാപ്റ്റർ 10 means unit 10 തീരാണ്. യൂണിറ്റ് 10 we discussed about discharge of contract. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൽ വിവിധതരം മോഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ്സ്, ദാറ്റ് ഇസ് discharge by performance, discharge by mutual consent, discharge by impossibility of performance, then lapse of time, then operation of law, and last one is breach of contract. So thank you students.